ശിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേവി ഉൾപ്പെടെയുള്ള നേവി ഡ്രൈവർമാർ ഉൾപ്പെടെ അവിടെ ഉണ്ട്. ഡിഫൻസ് PRO നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ പരിശോധന പുരോഗതി? സ്റ്റാർട്ടിങ് ഈ ഡൈവിങ് ഇന്നലെ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളൊരു റീചെക്ക് സോണാർ ചെയ്തായിരുന്നു. ആ സോണാർ ഓപ്പറേഷൻസ് ബിക്കോസ് അന്നത്തെ സോണാർ ഓപ്പറേഷനിൽ നമുക്ക് കിട്ടിയ നമ്മൾ സൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ ആ സൗണ്ടിങ്ങും ഈ പുതിയ ഇന്ന് ഡേ 4 എസ്റ്റഡേ ആ അന്ന് സൗണ്ട് ചെയ്തപ്പം ഞങ്ങൾക്ക് കമ്പാരിസൺ വേണമായിരുന്നു എത്ര ഡിഫറൻസ് ഉണ്ട് അന്നത്തെ കോൺടാക്ട്സും ഇന്നത്തെ കോൺടാക്ട്. അപ്പോൾ നമ്മൾ അറിയാൻ കഴിയുന്ന അന്നത്തെ കോൺടാക്ട് 1 പ്രോബിൾ എന്ന് പറഞ്ഞ് അവിടെ മണ്ണ് ഒന്നുകൂടെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അന്ന് മണ്ടേക്ക്. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഡൈവിങ് അവിടെ നിന്ന് ചെയ്ത് അവിടെ നിന്ന് മറ്റേ മാൽപ്പേക്കില്ല ജാക്കിങ് കിട്ടിയ. അപ്പോൾ പക്ഷെ അവിടെ ഡൈവ് ചെയ്തപ്പം അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു, ബോൾഡേഴ്സും കല്ലും ഒക്കെ ഉള്ളായിരുന്നു. സോ അവരെന്ത് ചെയ്തു, സെക്കൻഡ് സ്പോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് അവർക്ക് ഈ റോഡും ഈ ഷീറ്റും ഒക്കെ കിട്ടി. അങ്ങനെ അവർ സെക്കൻഡിലോട്ട് പോയപ്പോൾ അവർക്ക് ഇതല്ലാതെ ഒരു വലിയൊരു മരവും അവിടെ കിടപ്പുണ്ട് സെക്കൻഡ് സ്പോട്ടിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർക്കൊരു കയർ കിട്ടി. അപ്പോൾ കയർ കിട്ടിയപ്പോൾ മുനാഫ് അത് പറഞ്ഞു നോക്കി കയറാന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ 1ഉം 2നെക്കാട്ടിൽ വെള്ളത്തിന് ഇടയ്ക്കോട്ട് അവർ ഡൈവ് ചെയ്തപ്പോൾ അവർക്ക് ഇന്നലെ വൈകിട്ട് ഒന്നുകൂടെ കയറും പിന്നെ ആ ഒരു ഗിയറും ഒക്കെ കിട്ടിയത്. സോ ഇപ്പോൾ കോൺസെൻട്രേഷൻ 1ഉം 2നെക്കാട്ടിലും ടുവേർഡ്സ് ദി ലാറ്ററൽ എന്ന് പറയും നമ്മൾ, ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി ചാനൽ അവിടോട്ടായിരിക്കും ഡൈവിങ് ഇപ്പം നാളെ ചെയ്യാൻ. ഇന്നിപ്പോൾ ഡൈവിങ് ഇല്ല, അപ്പം നാളെ അവിടോട്ടായിരിക്കും ഡൈവിങ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം കിട്ടിയ പോയിന്റുകൾ ഇപ്പോൾ കിട്ടിയ പോയിന്റിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് കിട്ടുമ്പോൾ പോയിന്റ്സ് സൊണാർ ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരു 5 to 6 കിട്ടും. 5 to 6 സൗണ്ടിങ് എന്ന് പറയാം. ഇത് സോണാർ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവിടെ ഉള്ള കോൺടാക്ട്സിൽ ഇത് ചെയ്തിട്ട് നമുക്കൊരു പിക്ചർ കിട്ടും, ഒരു ഡേറ്റ. അതായിരിക്കും ഞാൻ ഷെയർ ചെയ്തല്ലോ മീഡിയ. അതിനെ അനലൈസ് ചെയ്യും ഈ സോണാർ ഓപ്പറേറ്റേഴ്സ്, നേവിയുടെ സോണാർ ഓപ്പറേറ്റേഴ്സ് ഹൈഡ്രോഗ്രാഫി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ അവരിന്ന് അനലൈസ് ചെയ്തിട്ട് അവരൊരു പ്രോബിൾ പറയും, ഓക്കെ പ്രോബിൾ കോൺടാക്ട് 1, പ്രോബിൾ കോൺടാക്ട് 2. പക്ഷെ അത് കൺഫേം ചെയ്യണമെങ്കിൽ ഈ ഡൈവേഴ്സ് അകത്ത് പോകണം. അകത്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി, ബിക്കോസ് അവിടെ എല്ലാം ഇരുട്ടും ഒക്കെ ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് ടച്ച് ചെയ്തിട്ടും അത് അവർ കണ്ടിന്യൂസ് ഫ്ലോട്ട് ചെയ്തിട്ടും ഇറ്റ് ഈസ് നോട്ട് ഒരു എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ കംഫർട്ടബിൾ. പുള്ളിക്കാരൻ അത് പല ചാലഞ്ചസും കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ഡൈവ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഒക്കുന്ന അവിടുത്തെ കളക്ഷൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ എന്തോ കാണുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് അത് വന്നിട്ട് അവിടുത്തെ ഡൈവിംഗ് സൂപ്പർവൈസറിനോട് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഓരോ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പോയിന്റുകളിൽ മണ്ണടിഞ്ഞ് കിടക്കുന്നത് ഡൈവേഴ്സിന് ഒരു ബുദ്ധിമുട്ടാണ്. 100%. ബിക്കോസ് ഇപ്പം സീബഡ് ഇങ്ങനെ ഒരു നോർമൽ ഇതായിട്ട് കിടക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, നമുക്ക് കാണാം ബസ് അവിടെ കിടക്കും. അവിടെ ഇപ്പോൾ ഈ മലയിൽ നിന്ന് വന്ന് ലാൻഡ് സ്ലൈഡിൽ നിന്ന് വന്ന് കിടക്കുന്ന ഈ മരങ്ങൾ, വുഡ്സ്, ലോഗ്, ടവർ എല്ലാം അവിടെ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്, വലിയ വലിയ ബോൾഡേഴ്സ്. നമ്മളെന്തെങ്കിലും പ്ലാൻ വേറെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ സാധാരണ ഇന്നലത്തെ പോലെ തന്നെയാണോ നാളെ ആരംഭിക്കുക? ഇന്നലെ ഇപ്പോൾ വൈകിട്ട് കിട്ടിയ റോപ്പ് കിട്ടിയ സ്ഥലത്തു നിന്ന് അവിടെ വീണ്ടും ഞങ്ങൾ ചെയ്തിട്ട് ഇന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പാറ്റേൺ ഉണ്ട്. എല്ലാ ഡൈവേഴ്സും ഡൈവിങ് ചെയ്യുമ്പോൾ അവർക്കൊരു സെർച്ച് പാറ്റേൺ ഉണ്ട്. ആ ഒരു സെർച്ച് പാറ്റേണിൽ അവർ ഫുൾ ഏരിയ കവർ ചെയ്യും. ആ ഒരു പാറ്റേൺ വെച്ചായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെ പരിശോധന നടത്തിയ ആ പ്രദേശം, അതായത് 1, 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും, അതിന് തൊട്ടപ്പുറത്തെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്.